ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലെ വിവിധ തസ്തികകളിലേക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന നിയമന നടപടികൾ നിർത്തിവയ്ക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും അടങ്ങുന്ന ബെഞ്ചാണ് ഈ നിർദ്ദേശം നൽകിയത്. തുടർന്ന് ഈ നിയമന നടപടികളുമായി മുന്നോട്ട് പോകില്ല എന്ന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. നേരത്തെ ഈ ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള തസ്തികകളിൽ നിയമനവും നടത്തുന്നതിന് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധികാരമില്ലെന്ന ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഈ സ്റ്റേയുടെ അടിസ്ഥാനത്തിൽ നിയമന നടപടികളുമായി മുന്നോട്ട് പോകരുതെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലുകളിൽ തീർപ്പുണ്ടാകുന്നത് വരെ ഈ നിയമന നടപടികൾ നിർത്തിവയ്ക്കുവാനാണ് സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. മാർച്ച് 10 ഈ കേസിൽ വിശദമായി വാദം കേട്ട് ഇറക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധികാരമില്ലെന്ന ഈ ഹൈക്കോടതി വിധിക്കെതിരെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിൽ ചില ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് പട്ടികയിൽ, അതായത് നിയമന തയ്യാറാക്കിയ റാങ്ക് പട്ടികയിൽ സ്ഥാനം പിടിച്ച ചിലർ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ മാർച്ച് 10 വിശദമായ വാദം കേൾക്കുവാനാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്.